Question എന്ന് പറയുന്നത് in a binomial distribution consisting of 6 independent trials, probabilities of 1 and 2 successes are 0.28336 and 0.0506 respectively. Find the mean and variance of x. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് 6 ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ആണ്. അതായത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 6 ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റീസ് ഓഫ് 1 and 2 സക്സസ് എന്ന് പറയുന്നത് 0.28336ഉം 0.506. അതായത് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോഴും എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കുമ്പോഴുള്ള പ്രോബബിലിറ്റിയാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോഴത് എഴുതാം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 0.28336. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 0.0506 ആണ്. അതായത് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂം എക്സിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ 6 സി എക്സ് പറയണത് ഇവിടെ 1, 6c1 പി റേസ് ടു എക്സ് എന്ന് പറയുന്നത് 1, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 6 - 1 5. പിന്നെ എക്സ് ഈക്വൽ ടു 2 വരുമ്പോൾ 6c എക്സിൻ്റെ സ്ഥാനത്ത് 2, പി റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് 2, ക്യൂ റേസ് ടു 6 - 2 പറയുമ്പോൾ 4. ഇനി അടുത്ത് പറയുമ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് പിൻ്റെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ആവശ്യമില്ലാത്ത ടേംസൊക്കെ കട്ടായി പോകും. അപ്പോൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6c1 പി ക്യൂ റേസ് ടു 5 എന്ന് പറയുന്നത് 6c1 എന്ന് പറയുമ്പോൾ 6 തന്നെ, 6p ക്യൂ റേസ് ടു 5 വരും, 6c2 പി റേസ് ടു 2 ക്യൂ റേസ് ടു 4 എന്നുള്ളത് 15p സ്ക്വയർ ക്യൂ റേസ് ടു 4 എന്നാവും. ഈ രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. അപ്പോൾ 6p ക്യൂ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 15p സ്ക്വയർ ക്യൂ റേസ് ടു 4. അപ്പോൾ ഈ പി കട്ടായി പോവും, ഇവിടെ ഒരു പി ഉണ്ടാവും. ക്യൂ റേസ് ടു 5 4 കട്ടായി പോവും, ഇവിടെയും 4 കട്ടായി പോവും. അപ്പോൾ 6q ബൈ 15p എന്ന് വരും, ഈക്വൽ ടു ഇവിടുത്തെ ഈ വാല്യൂ എഴുതാം. അതായത് 0.28336 ഡിവൈഡഡ് ബൈ 0.0506. ഇനി ഇത് നമുക്കിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6q ഇൻറ്റു 0.0506 ഈക്വൽ ടു 15p 0.28336 വരും. ഇനി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - p ആണ്. അപ്പോൾ ഈ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ 1 - p എന്നുള്ള വാല്യൂ ഇത് കൊടുക്കാം. നമ്മളിത് എഴുതുമ്പോൾ 15 ഇൻറ്റു 0.28336 ഇൻറ്റു p ഈക്വൽ ടു 6 ഇൻറ്റു 0.0506 ഇൻറ്റു ഈ ക്യൂ എന്നുള്ളത് 1 - p ആയിട്ട് എഴുതാം. എന്നിട്ട് ഇതും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6 ഇൻറ്റു 0.0506 മൈനസ് 6 ഇൻറ്റു 0.0506 p എന്ന് വരും. ഇനി നമുക്ക് പിയുടെ എല്ലാതും കൂടി ഒരു ഭാഗത്തേക്ക് കൊടുക്കാം. അപ്പോൾ p ഇൻറ്റു 15 ഇൻറ്റു 0.28336 പിന്നെ ഈ മൈനസ് എന്നുള്ള ഈ ഫുൾ ടേം ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി മാറും. അപ്പോൾ പ്ലസ് 6 ഇൻറ്റു 0.0506. ഈ പി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പീനെ ഔട്ട് സൈഡ് എടുത്തിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 6 ഇൻറ്റു 0.0506. നമുക്ക് ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പി ഇൻറ്റു 4.554 എന്ന് കിട്ടും വാല്യൂ, ഈക്വൽ ടു 6 ഇൻറ്റു 0.0506.
നമുക്ക് പീനെ ഇവിടെ നിർത്തിയിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 6 ഇൻറ്റു 0.0506 ഡിവൈഡഡ് ബൈ 4.554 എന്ന് പറയുന്നത് 1/15. ഇനി നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇനി ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - p, അതായത് 1 - 1/15 1/15, അപ്പോൾ 14/15 എന്ന് കിട്ടും. ഇനി നമുക്ക് വാരിയൻസും മീന കണ്ടുപിടിക്കണ്ടേ. ഇനി മീൻ കണ്ടുപിടിക്കാനായിട്ട് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയൽ ഇക്വേഷനിൽ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ പിയും വാരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യൂ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്നും പിയും ക്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ എന്ന് പറയുന്നത് 6, പി എന്ന് പറയുന്നത് 1/15, അപ്പോൾ നമുക്ക് 6/15 കിട്ടും. പിന്നെ എൻ പി ക്യൂ എന്ന് പറയുന്നത് എൻ പറയുമ്പോൾ 6, പി പറയുമ്പോൾ 1/15, ക്യൂ 14/15. നമുക്ക് 28/75, അതായത് 0.3733 എന്ന് വാല്യൂ കിട്ടും.